ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ സുഖിച്ചിരിക്കുക, മറ്റൊന്നുമല്ല. സുഖിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പണികളൊക്കെ ഉണ്ട്, എന്നാലും ഡ്യൂട്ടിക്കൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സുഖം എന്ന് പറയുന്നത് പ്രത്യേക സുഖം കേട്ടോ. ഇച്ചായൻ ഡ്യൂട്ടിക്ക് പോയി, ഹെസമോൾ കിടന്നുറങ്ങുന്നു. അപ്പം എൻ്റെ പണികളെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് ജസ്റ്റ് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അടിച്ചു വാരി തുടയ്ക്കണം. ഇത്രയേ ഉള്ളൂ പെൻഡിങ് പണി. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി എടുത്തിട്ട് വിരിച്ചിടണം. അപ്പം ഇത്രയും കൂടെ കഴിഞ്ഞ് എൻ്റെ പണി ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത്, നോക്കിക്ക് എൻ്റെ മുഖത്തധികം പുട്ടിയോ ലിപ്സ്റ്റിക്കോ ഒന്നും വലിച്ചു വാരിയൊന്നും തൂത്തിട്ടില്ല. ഇന്ന് ആക്ച്വലി എൻ്റെ പപ്പ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞേ, നീ വീഡിയോ ഒക്കെ ഇടുന്നത് കൊള്ളാം, പക്ഷെ നിൻ്റെ വീഡിയോയിൽ ചുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തത്തമ്മ ചുണ്ട് തോൽക്കുന്നതാണ്. മനുഷ്യന് ഒരു ചുണ്ടിനൊരു പരിമിതിയുണ്ട് കളറൊക്കെ, പക്ഷെ എന്ത് ചുണ്ടിൻ്റെ കളർ അടിച്ച് വെച്ചേക്കുന്നതെന്ന് പപ്പ യാഥാർത്ഥ്യം എന്നോട് പറഞ്ഞപ്പോൾ മനസ്സിലായി. അത് വലിയ ഗെയിമും ഇല്ല, ബോറാണെന്നൊക്കെ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നാച്ചുറലായിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം പപ്പ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും ഓരോ മനുഷ്യർക്കും അവരുടേതായ ഓരോ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളായിട്ട് തന്നെ അങ്ങ് വേടിയിടുക. അപ്പം അതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി. നമ്മളെപ്പോഴും ഓർഗാനിക്കായിട്ടിരിക്കണം ഓച്ചിലി എന്ന് പറഞ്ഞു. അപ്പം അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം എൻ്റെ അപ്പൻ്റെ വാക്ക് കേട്ട് ഓർഗാനിക് ഓച്ചിലിയായിട്ട് വന്നിരിക്കുന്നത്. ഓച്ചിലി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ രഞ്ജു എന്നല്ല എൻ്റെ വീട്ടിൽ വിളിക്കുന്നത്. എൻ്റെ ഒരു വട്ടപ്പേരുണ്ട്, ആ പേരാട്ടോ. പണ്ടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് നാണമായിരുന്നു, ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത്രയും പ്രായമൊക്കെ ആയില്ലേ. അപ്പം ഇന്നലെ നമ്മൾ ലുലുവിൽ പോയി, പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു വെക്കേഷനൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ഇടുമ്പോൾ ഒരു 2-3 മാസം മുമ്പേ നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഈ ഉറുമ്പുകളൊക്കെ മഴക്കാലം ആകുമ്പോഴത്തേക്കും അരി ശേഖരിക്കുന്ന പോലെ കേട്ടോ, ഈ പ്രവാസികളൊക്കെ നാട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ഇടുമ്പോഴത്തേക്കും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പയ്യെ പോയി പർച്ചേസ് ചെയ്യും. കാരണം നമ്മളൊക്കെ ഒറ്റയടിക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിക്കലൊക്കെ നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മളിങ്ങനെ ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഇൻട്രോ എടുത്തത്. അപ്പം അതിനകത്തൊക്കെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയുള്ള വീഡിയോയിൽ അധികം ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം അവർ പറയുമ്പം അതെല്ലാം കേൾക്കണം. പിന്നെ ഡ്യൂട്ടിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ കയ്യിലെ പൈസകളൊക്കെ തീർന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് വലിയ രസമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജോലി ചെയ്യാനൊക്കെയാണല്ലോ അവിടുന്ന് നമ്മുടെ കുടുംബവും വീടെല്ലാം വിട്ടിട്ട് വന്നേക്കുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു ജോലിക്കൊക്കെ കയറണം, അങ്ങനെയോ ആ പ്ലാനിൽ എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വിശേഷം, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ സ്ഥിരം സ്ഥലമായ അടുക്കളയിൽ വന്നു, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പം ഡെയിലി റുട്ടീനായിട്ടോ അല്ലെങ്കിൽ ഡേ മൈ ലൈഫൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മൾ എണീറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ചെയ്യണം, എല്ലാം ഒതുക്കി വെച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ. അത് കാരണം എനിക്ക് ആ ഒരു ഡെയിലി രാവിലെ തൊട്ട് എണീറ്റിട്ട് വൈകുന്നേരം വരെയുള്ള പരിപാടിയൊന്നും നടക്കുന്നില്ല കേട്ടോ. ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇനി പറ്റുവാണെങ്കിൽ ചെയ്യാം. പിന്നെ എല്ലാവർക്കും എന്നാണ്ട് സുഖമാണോ? എൻ്റെ സൗണ്ട് കുറവായിരിക്കും, ഞാൻ മൈക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കുത്തി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഞാനിപ്പോൾ ഒരു ഒറ്റ ഇരിപ്പിൽ അങ്ങോട്ട് എനിക്കെന്തായാലും ഡെയിലി വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ പോയപ്പോഴുള്ള വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടാമെന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ഇന്നലത്തെ ആ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇട്ടത്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ ഫാമിലിയിൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആ വിശേഷങ്ങളോട് ഇതിനും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഫിനിഷ് ആക്കും കേട്ടോ. മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മളിപ്പം മദീന സൈദിലാണ് വന്നത് കേട്ടോ. അങ്ങനെ ഹെസമോളുടെ ആഗ്രഹപ്രകാരം അപ്പം വണ്ടിയിലൊക്കെ കെട്ടി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഹെസമോള് ഒന്ന് മടുത്തു. പിന്നെ എല്ലാവർക്കും എന്നോണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
അതെ, അടുത്തത് അപ്പനും മോളും കൂടെ കുതിര കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. എസ മോളെ, എസ ഈച്ചായം വരുന്നതിന് മുമ്പ് ഞാൻ ഹെസമോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്നിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ ഹെസമോൾ ഈ വണ്ടി കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു, അമ്മ എനിക്ക് അവിടെ കയറണം. ഒരു ചൂട് കുറഞ്ഞിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയേക്കുന്നത്. ഇത്ര നാൾ നല്ല ചൂടായിരുന്നു. ഇപ്പം നന്നായിട്ട് ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ചൂടെല്ലാം കുറഞ്ഞു വരും. നല്ലൊരു ആംബിയൻസ് ആട്ടോ പുറത്ത്. ജസ്റ്റ് ലുലു വന്ന സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ ഹെസമോളുടെ ആഗ്രഹപ്രകാരം അടുത്ത വണ്ടിയിലും കയറി. പുള്ളിക്കാരി ആ കൊമ്പ് പിടിച്ച് പൊട്ടിച്ചെടുക്കുമെന്നൊക്കെ ആയിരുന്നു എനിക്ക് സംശയം. പക്ഷേ ആൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുതിരേൻ്റെ വായിൽ കൊണ്ട് കൈയിടുന്നു, കണ്ണിൽ പിടിക്കുന്നു, ലൈറ്റ് എത്തിക്കാൻ വേണ്ടി നോക്കുന്നു. അതിന് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം എഫേർട്ട് അതിനകത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ അതിപ്പോൾ ആ പോയേക്കാം എന്നൊക്കെ പറഞ്ഞാലും പുള്ളി അതിൻ്റെ മാക്സിമം അതിൻ്റെ എല്ലൂരാൻ വേണ്ടി വട്ടം കറങ്ങി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പന് കോള് വന്നു. അപ്പൻ അങ്ങനെ മാറിപ്പോയി. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ പറയണ്ട, ഓട്ട മത്സരം തുടങ്ങും. ഹെസമോൾ പറയുന്ന രീതിയിൽ നമ്മൾ പോയിക്കോണം. പിന്നെ മെയിൻ ആളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടോയ്സിൻ്റെ ഏരിയയാണ്. അങ്ങനെ ആളുടെ ഇഷ്ടപ്രകാരം ഒരു ബലൂൺ വാങ്ങിയിട്ട് കൊച്ചു ഊതണം എന്നാണ് ഈ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഊതിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്ന് നമുക്ക് അപ്പനും അമ്മയ്ക്കും അറിയാവുന്നുണ്ട്. പയ്യെ മൈൻഡ് ഡൈവേർട്ട് ആകാൻ വേണ്ടി അപ്പൻ മോൻ ഷൂ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോയി ഷൂ ഇടിയിപ്പിക്കുന്നുണ്ട്. ആ ഇടലും പറക്കലൊക്കെ കണ്ടാൽ അവർക്ക് 2 ഷൂ ഇപ്പം മേടിച്ച് വീട്ടിൽ പോകുന്ന ഇല്ല ഗൈസ്, വെറുതെയാ, വെറും ഷോ ഓഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഷൂ പോലും മേടിച്ചില്ല. പക്ഷെ പുള്ളീൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഷൂ അല്ലായിരുന്നു അതാട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ യാത്രയായി നമ്മുടെ ഓണത്തിൻ്റെ സെക്ഷനായി വെറൈറ്റി ആയിട്ട് അലങ്കരിച്ച് വെച്ച ഫുഡ് ഏരിയ തന്നെ പോയിട്ടോ. ഈ തോണി മൊത്തം അടിപൊളിയായിട്ടുള്ള പൂക്കളം നടത്താനുള്ള പൂക്കളം ഇടാനുള്ള പൂക്കളം തന്നെയാട്ടോ. നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഹെസമോളോട് കാണിച്ചു കൊടുത്ത് നോക്കിയ മോനെ പൂക്കളം. ഹെസമോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓർമ്മയിൽ വലുതായിട്ട് വരുവാണല്ലോ. അപ്പോൾ ഇങ്ങനെ കൊച്ച് കണ്ടു, അവളുടെ ഇഷ്ടപ്രകാരം അവിടെ നിന്ന് നോക്കിയെടുത്തു. നമ്മളെല്ലാ രീതിയിലും കൊച്ച് ചെല്ലുന്ന രീതിയിലെല്ലാം ഇത് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഓക്കെ പറയും, കൊച്ചെടുക്കും. പിന്നെ ലുലുന്ന് ഇറങ്ങി കഴിയുമ്പോൾ കേട്ടോ അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ പയ്യെ സ്കൂട്ടാവുകയോ ചെയ്യുന്നത്. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ അടുത്ത് ഞങ്ങൾ പോയി എത്തിച്ചേർന്നത് നമ്മുടെ ഫുഡ് സെക്ഷനാണ്. ലുലു എന്നാൽ നമ്മൾ മറക്കാതെ എത്തിച്ചേരുന്ന സെക്ഷനാണ് ഫുഡ് സെക്ഷനെ. ഇവിടെ 25 വെറൈറ്റി ആയിട്ടുള്ള പായസമേള നടക്കുവാണ്. ചെന്നാൽ വായി വെള്ളം ഊറുന്ന രീതിയിലുള്ള പായസം കേട്ടോ. അങ്ങനെ ഇച്ചായൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി പുള്ളിക്ക് ഇഷ്ടപ്രകാരം ജാക്ക് ഫ്രൂട്ടിൻ്റെ പായസം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് അവിടുത്തെ ചക്കവരട്ടിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ചക്കവരട്ടി ടേസ്റ്റ് ചെയ്തപ്പം അപാര ടേസ്റ്റ്. പിന്നെയും തിന്നാൻ തോന്നും. പക്ഷേ അങ്ങനെ പിന്നെയും മേടിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചേട്ടന്മാരെന്നെ തട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് കുറച്ച് ചക്കവരട്ടി നമ്മൾ പാഴ്സലായിട്ട് മേടിച്ച് വീട്ടിൽ പോയിട്ട് തട്ടാമെന്നുള്ള പ്ലാനിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് വിടാൻ വേണ്ടി താല്പര്യമില്ല. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹെസമോളുടെ ആഗ്രഹപ്രകാരം കേക്ക് വാങ്ങണം എന്നായിരുന്നു. അങ്ങനെ കൊച്ചിന് ഇഷ്ടപ്രകാരം ഒരു കേക്കും മേടിച്ചു. എല്ലാ മധുരമുള്ള സാധനങ്ങളൊക്കെ തിന്നാതിരിക്കാനും തോന്നില്ല, തടി കയറുമെന്ന പ്രയാസമുണ്ട്. അങ്ങനെ കൊച്ചിന് ഇഷ്ടപ്പെട്ട ഒരു കേക്കും മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഗൈസ്.